സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാർ ഒന്നാണ് സെൻസറിങ്. സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും വിമർശന വിധേയമാകാറുമുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമകളുടെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഭാഷാ സിനിമകൾ തിരിച്ചുള്ള കൗതുകരമായ ഒരു പഠനം പുറത്തു വന്നിരിക്കുകയാണ്. CBFC വാച്ച് എന്ന് നടത്തിയിരിക്കുന്ന പഠനമാണിത്. 2017 മുതൽ 2025 വരെ റിലീസ് ചെയ്യപ്പെട്ട 10,000-ഓളം ഇന്ത്യൻ സിനിമകളെ മുൻനിർത്തിയാണ് പഠനം. ഏറ്റവും കുടുംബ സൗഹൃദമായ സിനിമകൾ ഏത് ഭാഷയിലാണ് ഏറ്റവും അധികം എ സർട്ടിഫിക്കറ്റ് ഏത് ഭാഷാ സിനിമകൾക്കാണ് ലഭിച്ചത് എന്നുള്ള പഠനത്തിലുണ്ട്. ഫീച്ചർ ചലച്ചിത്രങ്ങൾ മാത്രമല്ല, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോയും ഒക്കെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം യു സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നിന്നാണ്. തമിഴ് സിനിമയാണ് യു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ തൊട്ടടുത്തുള്ളത്. യു സർട്ടിഫിക്കറ്റിന് ഏറ്റവും കുറച്ച് ലഭിച്ചിട്ടുള്ള ഭോജ്പുരി സിനിമകൾക്കാണ്. ഇന്ത്യയിൽ സെൻസർ ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് സിനിമയേക്കാൾ കുറവാണ് യു സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ ഭോജ്പുരി സിനിമകളുടെ ശതമാനം എന്നും കൗതുകകരമാണ്. എന്നാൽ അതായത് അഡൾട്ട് റേറ്റഡ് സിനിമയുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ സിനിമയിൽ 10% ഈ റേറ്റിംഗുള്ള സിനിമകൾ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തെലുങ്ക്, കന്നഡ സിനിമകളിൽ മാത്രമാണ്. അതേസമയം ഇന്ത്യൻ സെൻസർ ബോർഡ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് സിനിമകളിൽ 16%-ലധികം ചിത്രങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റാണുള്ളത്. അതേസമയം മലയാളം, തമിഴ് സിനിമകൾ എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് 7%-ത്തിൽ താഴെ മാത്രമാണ്. ഇന്ത്യൻ ചെറിയ ഫിലിം ഇൻഡസ്ട്രികൾ എടുത്താൽ ഏറ്റവും അധികം യു സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഒഡിയ സിനിമകൾക്കാണ്. ഒഡിയയിൽ ഇറങ്ങുന്ന ആകെ സിനിമകളിൽ 42%-ലധികം ചിത്രങ്ങൾക്ക് യു സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഭാഷയിൽ 1.2% ചിത്രങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളൂ. ഗുജറാത്തി സിനിമയിൽ 2.3% സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളൂ. മൊഴിമാറ്റം ചെയ്യുമെന്ന ചിത്രങ്ങൾ പുതിയ ചിത്രമായി സെൻസർ ചെയ്യാറ്. ഒരേ സിനിമയിൽ വ്യത്യസ്ത ഭാഷാ പതിപ്പുകൾ വ്യത്യസ്ത റേറ്റിംഗാണ് കിട്ടുന്നത്.